എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മോദിയെ താഴെയിറക്കാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണി അനുദിനം പിളർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആശയപരമായി ഒന്നും എടുത്തുകാട്ടാനില്ലാതെ അധികാരത്തിനായി നെട്ടോട്ടമോടുന്ന കാഴ്ച മുന്നണിക്കുള്ളിൽ നിന്നും തന്നെ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് മുന്നണിക്കുള്ളിൽ നിന്നും തന്നെ പലരും വ്യക്തമാക്കിയിരിക്കുകയാണ്. വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയായി ഇന്ത്യ മുന്നണി മാറുകയാണോ? ജനം എഡിറ്റേഴ്സ് ചോയ്സ് പരിശോധിക്കുന്നു. ഇന്ത്യ മുന്നണി പിളർപ്പിലേക്കോ? ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ത്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം BJPയിൽ നിന്നും ശ്രീ ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, RJDയുടെ ശ്രീ സലിം മടവൂർ, കോൺഗ്രസിന്റെ ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവർ ചേരുകയാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇന്ത്യ മുന്നണി തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. അനുദിനം രാഷ്ട്രീയ ചേരിപ്പോരുകൾ രൂക്ഷമാകുന്നു. അതിന് മുൻപ് അധികാര വടംവലി തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനം. അത്തരം സ്ഥാനമോഹങ്ങൾ തന്നെയാണ് അവരിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾക്ക് കാരണം എന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്തായാലും നെടും തൂണായ നിതീഷ് കുമാർ മാറിക്കഴിഞ്ഞു. മമത ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പഞ്ചാബിൽ AAP മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇന്ത്യ മുന്നണിയിനുള്ളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ വെറും 3 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ. അപ്പോഴേക്കും ഇത് കലശലാകുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കുമോ കാണാൻ സാധിക്കുക? രോഹിണി, തീർച്ചയായും വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ സമയത്ത് നമ്മൾ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ കാണുന്നത്. വൈവിധ്യമാർന്ന രാഷ്ട്രീയ കക്ഷികൾ, തീവ്ര ഇടത്ത നിലപാടുള്ളവരും മധ്യ നിലപാടുള്ളവരും സോഷ്യലിസ്റ്റുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം ചേർന്ന ഒരു മുന്നണി. ആ മുന്നണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയെയും അധികാരത്തിൽ നിന്നും മാറ്റി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരിക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടെന്ന് തോന്നാം. പക്ഷേ അധികാരം മാത്രമായി ലക്ഷ്യമെന്നത് കേവലം അധികാരം നേടുന്നത് മാത്രമായി മാറുമ്പോൾ എവിടെയാണ് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാവുക? എവിടെയാണ് അതിനൊരു കൊഹീസീവ് നേച്ചർ ഉണ്ടാവുക? അങ്ങനെയാണ് ചെറിയ 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 കാര്യങ്ങൾ പോലും അധികാര തർക്കമായിട്ടും അത് മുന്നണിയുടെ പിളർപ്പിലും മുന്നണിയിൽ നിന്നും ഘടകകക്ഷികൾ വിട്ടു പോകുന്നതിലേക്കുമൊക്കെ നയിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കൂ, ഈ ബീഹാർ ആണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട തർക്ക വിഷയം. ആ ഒരു യുദ്ധത്തിൽ, വിശാലമായ ആ ഒരു മുന്നണി സംവിധാനത്തിൽ ബീഹാറിൽ തട്ടി രാഹുൽ ഗാന്ധിയുടെ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബീഹാർ രാഷ്ട്രീയം ആകെ തകിടം മറിയുകയാണ്. പ്രത്യേകിച്ചും ബീഹാറിലെ ഇന്ത്യ മുന്നണി രാഷ്ട്രീയം തകിടം മറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ തന്നെ 9 പ്രാവശ്യമാണ്, 2 ദശകത്തിനുള്ളിൽ 9 പ്രാവശ്യമാണ് ശ്രീ നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദവിയിലെത്തിയത്. അത് കാലാവധി പൂർത്തിയാക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ പല ആവർത്തി 2 വർഷം 1 വർഷം ഇങ്ങനെ 9ാമത്തെ തവണ ഇന്നിതാ ശ്രീ അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഇവിടെ നോക്കൂ, എന്താണ് ശ്രീ നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിച്ചത്? ശ്രീ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് കേവലം 45 സീറ്റ് മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 78 സീറ്റ് ലഭിച്ചു. പക്ഷേ 45 സീറ്റ് മാത്രം ലഭിച്ച നിതീഷ് കുമാറിനെ വെച്ചുകൊണ്ട് ബീഹാറിൽ BJP ആൻഡ് ജനതാദൾ യുണൈറ്റഡ് മുന്നണി അധികാരത്തിലേക്ക് വരികയാണ്. അപ്പം അവിടെ വലിയ പാർട്ടിയായ BJP വെളിയിൽ നിൽക്കുകയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തസ്തികയിൽ വരാതിരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീടുള്ള വലിയ പാർട്ടി രാഷ്ട്രീയ ജനതാദളാണ്. ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും രാഷ്ട്രീയ ജനതാദളാണ്. അപ്പോൾ നിതീഷ് കുമാറിന് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം വളരെ 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 പിന്നോട്ടാണ്. ഏറ്റവും വലിയ 2 പാർട്ടികളാണ് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും. അതിനുശേഷം മാത്രമേ ഉള്ളൂ ജനതാദൾ യുണൈറ്റഡിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബീഹാറിൽ സ്ഥാനം. അപ്പം എങ്ങനെയും മാറിയും മറിഞ്ഞും ഒരു ബാൻഡ് വാഗണിൽ നിന്നും മറ്റതിലേക്കും അതിനുശേഷം തിരിച്ചും എപ്പോഴും തൻ്റെ മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാണിന്മേൽ കളിയാണ് എക്കാലത്തും, ഈ പ്രാവശ്യം മാത്രമല്ല എക്കാലത്ത് നടത്തിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെ സ്ഥിരതയില്ലാത്ത ഒരാളെ ഇന്ത്യ മുന്നണി അതിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ സൂത്രധാരനായി കണ്ടു എന്നതിലാണ് ഇന്ത്യ മുന്നണിക്ക് പിടിച്ചത്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷൻ്റെ മെയിൻ കാറ്റലിസ്റ്റ് തന്നെ ശ്രീ നിതീഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് ആദ്യം കൺവീനർ സ്ഥാനവും അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനവും പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്, അദ്ദേഹം സീനിയർ നേതാവാണല്ലോ, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടും എന്ന വിശ്വാസമാണ് ശ്രീമതി മമതാ ബാനർജിയുടെയും ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെയും തന്ത്രപരമായ ഇടപെടലിലൂടെ പൊലിഞ്ഞു പോയത്.
അങ്ങനെ പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി പരിഗണിക്കില്ല, മുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കില്ല എന്ന് വരുമ്പോൾ പിന്നീട് ഒന്നും നോക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഈ ജാതകം മുൻകൂട്ടി തന്നെ എഴുതപ്പെട്ടതാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ എഴുതപ്പെട്ട ഒരു ജാതകം തന്നെയാണ്. ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടു. അതിൻ്റെ ഒരു ഫലം നമ്മൾ കാണുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇതാണ്. അടിസ്ഥാനപരമായി പ്രത്യയശാസ്ത്രപരമായ യോജിപ്പില്ലാത്ത കക്ഷികൾ, അത് രാഷ്ട്രീയ ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ സമാജ്വാദി പാർട്ടി, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി, ഇവരെല്ലാം അവരവരുടേതായ തട്ടകത്തിൽ അവർ വലിയ പുലികളാണ്. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരെ ഒരുമിച്ച് നിർത്തുന്നത് കേവലം അധികാരം മാത്രമാകുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞ പ്രത്യയശാസ്ത്രം എവിടെ പോയി? ഇവിടെയാണ് ഇന്ത്യ മുന്നണി വീണ്ടും പുനർവിചിന്തനം നടത്തേണ്ടത്. ഇവിടെ വളരെ വലിയൊരു പാർട്ടിയുണ്ട്, കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അച്ചുതണ്ടായി നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ അതോ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരാണോ പറയുന്നത്? വ്യക്തമായ നിർവചനമില്ലാതെ, വ്യക്തമായ നേതൃത്വമില്ലാതെ ആരാവും മുന്നണി നയിക്കുന്നത് എന്ന് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ പറയാൻ കഴിയാത്ത ഇന്ത്യ മുന്നണി, മറുവശത്തെ വളരെ സുസംഘടിതമായി നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന NDA മുന്നണി, നരേന്ദ്രമോദി എന്ന നേതാവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് അങ്ങനെ ആകാമോ എന്ന് ചോദിച്ചാൽ തന്ത്രപരമായി സാങ്കേതികമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ പാർലമെന്റ് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളാണ്, പാർലമെന്റിന്റെ അധോമണ്ഡലത്തിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രിയെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ മുൻകൂട്ടി തന്നെ വ്യക്തമായി സംവിധായകരോട് ഞങ്ങളുടെ അജണ്ട ഇതാണ്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതെല്ലാമാണ്, ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഇതെല്ലാമാണ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, ഞങ്ങൾ കെട്ടുറപ്പുണ്ട്, ഇതാ ഞങ്ങൾ ഒരാളെ നേതാവായി കാണിക്കുന്നു എന്ന് പറയാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല, ഇപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ മുഖ്യ സൂത്രധാരൻ മറുകണ്ഠം ചാടി അവിടുത്തെ ഒരുപക്ഷെ NDAയുടെ കൺവീനർ സ്ഥാനത്തേക്ക് വരും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് കൊഹീഷനാണ്? ശ്രീ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ബംഗാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മമതാ ബാനർജി ആ യാത്രയിൽ ചേർന്നില്ല എങ്കിൽ എന്ത് കൊഹീഷനാണ് ഇവിടെ ഉണ്ടാകുക? ഉത്തർപ്രദേശിലേക്ക് കടക്കുമ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആ കൈകോർത്ത് നീങ്ങുന്നില്ല എങ്കിൽ എന്ത് തെരഞ്ഞെടുപ്പ് പൂർവ്വ ഒരുക്കങ്ങളാണ് നടക്കുന്നത്? ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും ചെല്ലുമ്പോൾ അരവിന്ദ് കെജ്രിവാളും ഭഗവത് സിംഗ് മാനും കൈകോർക്കുന്നില്ല എങ്കിൽ അവിടെ എന്ത് യോജിച്ച പ്രവർത്തനമാണ് കാണുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഈ മുന്നണിയുടെ തകർച്ച തുടങ്ങി എന്ന നിരീക്ഷണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓർക്കുക, 37% വോട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്കുള്ളത്, ഭരണമുന്നണിക്കുള്ളത്. അപ്പൊ സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ 63% വോട്ടുകളും NDA ഇതര വോട്ടുകളാണ്. ഈ NDA ഇതര വോട്ടുകളെ മുഴുവൻ സമാഹരിക്കാൻ തക്ക ഒരു സംവിധാനമാണോ ഇന്ത്യ മുന്നണി എന്ന് വലിയ സംശയമാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറയാൻ കാരണം ഇന്ത്യയിലെ പല സോഷ്യലിസ്റ്റ് പാർട്ടികളും, ഇപ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടി ഉൾപ്പെടെ സോഷ്യലിസ്റ്റുകളാണ്, പല സോഷ്യലിസ്റ്റ് പാർട്ടികളും വേറിട്ട് നിൽക്കുന്നു. പല റീജിയണൽ പാർട്ടീസും രണ്ട് മുന്നണിയിലും ഇല്ലാതെ നിൽക്കുന്നു. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ കോൺഗ്രസ് പാർട്ടി, അത് YSR കോൺഗ്രസ് പാർട്ടി, അതുപോലെ ഒറീസയിലെ ബിജു ജനതാദൾ എന്ന പാർട്ടി, നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി, അതുപോലെ തെലങ്കാനയിലെ പാർട്ടി. അപ്പോൾ ഇതെല്ലാം ഈ റീജിയണൽ പാർട്ടികളെല്ലാം രണ്ട് മുന്നണിയുടെയും ഭാഗമല്ലാതെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തമായ ഒരു നേരിട്ടുള്ള മത്സരം എന്ന പ്രതീതി പോലും ജനിപ്പിക്കാൻ ഇന്ത്യ മുന്നണി കഴിയുന്നില്ല. BJP വേഴ്സസ് ദ റെസ്റ്റ് എന്ന രീതിയിലേക്ക് പോലും ഒരു നറേറ്റീവിനെ കൊണ്ടുവരാൻ ഇതുവരെ ഇന്ത്യ മുന്നണി കഴിഞ്ഞിട്ടില്ല. ഒരു പ്രതീതി ജനിച്ചു. കാരണം കൂടുതൽ പാർട്ടികൾ ഒരുപക്ഷെ ആന്ധ്രയിലെയും ഒറീസയിലെയും ഒക്കെ പാർട്ടികൾ വരുമെന്ന പ്രതീതി ജനിച്ചുവെങ്കിലും ഇപ്പോൾ ഓരോരോ പാർട്ടികളായി ആ മുന്നണി വിട്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രോഹിണി. അതെ, ശ്രീ സലിം മടവൂർ, എന്തായാലും നിതീഷ് കുമാർ NDA സഖ്യത്തിനോട് ചേർന്ന് കഴിഞ്ഞ് ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ അല്പസമയങ്ങൾക്ക് മുൻപാണ് ചെയ്തത്. RJDക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു മുന്നണി മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന നിതീഷ് ഇത്തരത്തിൽ മറുകണ്ഠം ചാടിയപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളുടെ പുറമെയാണ് ഇതും കൂടി വന്നത്. ഒരു കനത്ത ആഘാതമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഇപ്പോഴും ഈ അനൈക്യങ്ങളുടെ നടുവിൽ നിൽക്കുക തന്നെയല്ലേ? ഇനി കേവലം 3 മാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആര് പ്രധാനമന്ത്രി എന്ന് വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൊടുത്തിട്ടില്ല. അപ്പൊ സോണിയാഗാന്ധിയെ പിന്നീടാണ്
മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധിക്ക് പകരം മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്തും മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയാവുമെന്ന് ആർക്കും ധാരണയില്ല. പക്ഷെ അദ്ദേഹമാണ് രാഹുൽ ഗാന്ധി വരുമെന്ന് അന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോ ഒരു നേതാവല്ല, ഈ BJP പോലെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമല്ല ഇപ്പോ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രണ്ട്, ഈ നിതീഷ് കുമാറിനെ പല പാർട്ടികളും എതിർത്തത്, കൺവീനർ സ്ഥാനത്തേക്ക് എതിർക്കാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ചാഞ്ചാട്ടമാണ്. അത് വിശ്വസിക്കാൻ കൊള്ളാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ മമതാ ബാനർജിയും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഒക്കെ അദ്ദേഹത്തെ എതിർത്തത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇവിടെ നിലവില് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ മതേതര വോട്ടുകളെയും പരമാവധി യോജിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒരു BJPക്കെതിരായ ഒരു മുന്നണിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ നിതീഷ് കുമാറിന്റെ ഈ ചതിപ്രയോഗം എന്ന് പറഞ്ഞാൽ, എനിക്ക് കർണാടകയിൽ പണ്ട് യെദിയൂരപ്പയെ HD കുമാരസ്വാമി ചതിച്ചതാണ് ഓർമ്മ വരുന്നത്. 20 മാസം ജനതാദൾ എസും അത് കഴിഞ്ഞ് 20 മാസം BJP യെദിയൂരപ്പക്ക് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് കരാറുണ്ടാക്കി. ആദ്യത്തെ 20 മാസം കുമാരസ്വാമി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയും അടുത്ത 20 മാസം ഇദ്ദേഹത്തിന് യെദിയൂരപ്പക്ക് കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കാതെ മറുകണ്ഠം ചാടി മന്ത്രിസഭ വീഴ്ത്തിയ കുമാരസ്വാമിയെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാഠം പഠിപ്പിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ യെദിയൂരപ്പയെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി കർണാടകത്തിലെ ജനങ്ങൾ അധികാരത്തിലെത്തി. അത് BJPക്ക് കർണാടകയിൽ തിരിച്ചു വരാൻ അന്നൊരു സാഹചര്യം ഒരുക്കി കൊടുത്തത് തന്നെ ഈ എന്താ പറയാ ഈ ചതിപ്രയോഗമാണ്. അപ്പോ BJP ആണെങ്കിൽ ചതിക്കാൻ പാടില്ലല്ലോ. ഏത് പാർട്ടിയോട് നമുക്ക് ശത്രുത ഉണ്ടെങ്കിലും ചതിക്കാൻ പാടില്ലല്ലോ, മാന്യത കാണിക്കുന്നത്. രാഷ്ട്രീയ മര്യാദ കാണിക്കാതിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇത്തവണ എന്തെങ്കിലും സാധ്യത NDA മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടെങ്കിൽ അതുകൂടെ ഇല്ലാതാക്കാനാണ് ഈ ചാഞ്ചാട്ടക്കാരൻ അങ്ങോട്ട് എത്തിയതോട് കൂടിയിട്ട് വരാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സലിം മടവൂർ, നിതീഷ് കുമാറിന്റെ കാര്യം നമുക്ക് അങ്ങനെ പറയാം, ചാഞ്ചാട്ടക്കാരനാണ് എന്ന് പറയാം. പക്ഷേ വളരെ ശക്തമായ ഒരു നേതാവാണ്, ശക്തയായ ഒരു നേതാവാണ് മമതാ ബാനർജിയുടെ നിലപാട് കണ്ടതല്ലേ? അതോടൊപ്പം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് കണ്ടതല്ലേ? എന്തിന് തെലങ്കാനയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നാൽ കൊള്ളാം എന്നും തോന്നുകയില്ലേ? അങ്ങനെ വരുമ്പോൾ എവിടെയാണ് ഐക്യം രൂപപ്പെടുക? നിതീഷ് കുമാറിന്റെ കാര്യം വിട്ടേക്കൂ, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയാണ്? അല്ല ഇന്ത്യ മുന്നണി എന്നുള്ളതിലപ്പുറം ഒരു മതേതര സഖ്യം എന്നുള്ളതാണ്. മതേതര പാർട്ടികൾ ഒന്നിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സഖ്യം ഉണ്ടാക്കാമല്ലോ. നേരത്തെ UPA ഭരണം വരുന്നത് ആദ്യമേ UPA ഉണ്ടായതുകൊണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് UPA ഒരു പൂർണ്ണ രൂപത്തിൽ വന്നത്. അപ്പൊ അതൊന്നും പ്രയാസമല്ല. ഇന്ത്യയിൽ പരമാവധി സീറ്റുകൾ മതേതര പാർട്ടികൾ നേടുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ് നേടണമെന്നില്ലല്ലോ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടിയാൽ അതാണ് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ശക്തി പകരുക. കാരണം ഒരു കേരളത്തിലെ മതേതര വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ കഴിയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ന ആളുകൾക്ക് വിശ്വസിക്കുന്നു. തന്നെയല്ല നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നല്ലത്. എന്തായാലും ഒരു പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരില്ല. അപ്പോ ഇന്ത്യ മുന്നണി ഒരു പ്രതിപക്ഷ മതേതര സഖ്യം അധികാരത്തിൽ വരുമ്പോൾ ശക്തമായ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നല്ലത് കേരളത്തിൽ നിന്ന് പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉണ്ടാവോ? ഇന്ത്യ മുന്നണി ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് തുടക്കം മുതൽ നിൽക്കുന്ന CPM-ഉം CPI-യും കോൺഗ്രസും എല്ലാം ഒന്നിച്ച് നിൽക്കണ്ടേ? അങ്ങനെ രാഷ്ട്രീയം കേരളത്തിൽ അപ്പൊ ഇവിടെ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് പിന്തുണയാണ്. രണ്ടാമത് ആളുകൾ ചിന്തിക്കുക, ആര് ജയിച്ചാലും കൂടുതൽ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക എന്നാണ്. അപ്പോൾ അറിയുന്ന മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മതേതര ചിന്താഗതിയുള്ള ആളുകൾ കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ പോയാലാണ് മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇവിടുന്ന് കൂട്ടി. അതുകൊണ്ട് നമ്മൾ ഓരോ സംസ്ഥാനത്തും ഈ പശ്ചിമ ബംഗാളിൽ അവിടുത്തെ പൊളിറ്റിക്സ് വേറെയാണ്. ഇപ്പൊ CPM-ഉം മമതാ ബാനർജി ഒന്നിച്ചവിടെ വരാൻ കഴിയില്ല. അവര് പരസ്പരം ധാരാളം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സഖ്യമായിട്ട് രൂപപ്പെടാം. ആ സഖ്യം ഇപ്പൊ കേരളത്തിലെ ലീഗും CPM-ഉം പരസ്പരം മത്സരിച്ചു. ആ CPM-ന്റെ പിന്തുണയോടുകൂടി കേന്ദ്രത്തിലെ അഹമ്മദ് മന്ത്രിയായില്ലേ? പക്ഷേ ശ്രീ സലീം മടവൂർ, നമുക്ക് കേരളത്തിലെ കാര്യം അങ്ങനെ അല്പം ലാഘവത്തോടുകൂടി പറയാൻ സാധിക്കും. ഇപ്പോൾ CPM-ഉം കോൺഗ്രസും മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒരുമിച്ച് മത്സരിക്കാൻ കഴിയുകയില്ല. രണ്ട് കക്ഷികളായി നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ആര് ജയിച്ചാലും അത് നേട്ടം ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് എന്നാണ്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ വേറെയാണ്. ഇപ്പോൾ മമതാ ബാനർജിയുടെ TMC-ക്കെതിരെ കോൺഗ്രസ് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അവിടെ കോൺഗ്രസ് ഒരു കോംപ്രമൈസിന്
തയ്യാറായാൽ പോലും കോൺഗ്രസിന്റെ അധപ്പതനമാണ് അവിടെ ഉണ്ടാകുന്നത്. അതിന് കോൺഗ്രസ് തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? പലയിടത്തും കോൺഗ്രസിന് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമ്പോൾ കോൺഗ്രസ് പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാകും. അപ്പോഴാണ് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് കോൺഗ്രസിന് കൂടി പോകേണ്ടുന്ന വോട്ടുകൾ BJPക്കും അല്ലെങ്കിൽ മറ്റ് മുഖ്യ സഖ്യകക്ഷിയുമാകും. ഇപ്പോൾ പ്രത്യേകിച്ച് UP-യിലാണെങ്കിൽ SP BJP അങ്ങനെയായി മാറും. അപ്പോൾ അവിടെ കോൺഗ്രസ് അപ്രസക്തമാകും. കൂടുതൽ വോട്ടുകൾ BJPയും അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖ കക്ഷിയിലേക്കും മാത്രമാകുമ്പോൾ BJP അല്ലേ അവിടെ നേട്ടം കൊയ്യുന്നത്? കേരളത്തിലെ സാഹചര്യം മാത്രം പരിശോധിക്കേണ്ട. അല്ല, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന തോറും കുറച്ചുകൂടെ സഖ്യത്തിന് ശക്തി പകരുകയും കൂടുതൽ ചർച്ചകൾ സജീവമാവുകയും അതിനനുസരിച്ച് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, മറ്റ് പാർട്ടികൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പൊ ബീഹാറിൽ ഇപ്പൊ നിലവിലുള്ള ധാരണപ്രകാരമുള്ള 17 അതായത് JDU, അതേപോലെ RJD 17 അതേപോലെ 8 കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇനി മാറി. ഇനി പുതിയൊരു സഖ്യത്തിലേക്ക് അതൊക്കെ വരിക. ഓരോ സംസ്ഥാനത്തും മാറ്റങ്ങൾ വരും. അപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനനുസരിച്ച് ഇനിയും മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് കുറച്ചുകൂടെ ദൃഢമായ, ഇപ്പൊ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളില് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ MP മൈത്രേ അവരെ ഡിസ്ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് BJPയുടെ ആളുകളൊക്കെ തന്നെ വളരെ ഗൂഢാലോചന അവിടെ നടത്തിയപ്പോ അതിനെതിരെ കോൺഗ്രസ് വളരെ ശക്തമായ നിലപാടെടുത്തില്ലേ? അപ്പൊ അതുകൊണ്ട് മാനസികമായ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ മഹുവ മൈത്രയ്ക്കെതിരെ കോൺഗ്രസ് നിന്നെങ്കിലും മമതാ ബാനർജി പറഞ്ഞത് രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിലേക്ക് വരുന്നത് തങ്ങൾ ആരും അറിഞ്ഞില്ല, തങ്ങളെ ആരും അറിയിച്ചില്ല എന്നാണ്. അല്ല, അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഞാൻ അതിന്റെ ഉത്തരം പറയുന്ന ആളല്ല. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയം അത്രയല്ലേ പറഞ്ഞോളൂ. ഞങ്ങൾ അതിനെ എതിർക്കുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി അവിടെ ഒരു പുതിയൊരു സഖ്യം രൂപപ്പെടും. മമതാ ബാനർജിയും അതേപോലെ തന്നെ മറ്റ് മതേതര പാർട്ടികളും മറ്റു തരത്തിലൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ ഒരു യോജിപ്പ് വരികയും ഇവിടെ BJPയുടെ വർഗീയ നയങ്ങൾക്കെതിരായ ഒരു മുന്നണി രൂപപ്പെടും. അതിൽ സംശയമൊന്നും വേണ്ട. ഇന്ത്യയിലെ എല്ലാ മേഖലയിലും വർഗീയവൽക്കരണമാണ്. ഒരു ഭാഗത്ത് വർഗീയവൽക്കരണം, അതിന് BJP ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് നേതൃത്വം കൊടുക്കുമ്പോൾ രാജ്യത്തിനെ രക്ഷപ്പെടുത്തണം, ഇന്ത്യൻ ഭരണഘടനയെ രക്ഷപ്പെടുത്തണം, ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യോജിക്കാൻ തയ്യാറാവും. അത് നിങ്ങൾ ഇപ്പോഴേ ഭയപ്പെടേണ്ടതില്ല. ഇപ്പോ ഒരു ഭരണകക്ഷിക്ക് സഖ്യം ഉണ്ടാക്കുന്നത് പോലെ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് യോജിക്കാൻ പ്രയാസമുണ്ട്. ഈ ഭയപ്പാട് മംഗലാപ്പുമൊക്കെ ഇന്ത്യ മുന്നണിക്കുള്ളിലുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇനി തെരഞ്ഞെടുപ്പിന് അധിക നാളുകളില്ല. തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ കൂടുതൽ ഫോർമുലകൾ രൂപപ്പെടും. അതിനനുസരിച്ച് ഇന്ത്യ മുന്നണി പുതിയ രൂപത്തിലും ഭാവത്തിലും വരും എന്നൊക്കെയാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. പക്ഷേ തുടക്കം മുതൽ കാണുന്ന അസ്വാരസ്യങ്ങൾ കൂടി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇനി ഇലക്ഷനിലേക്ക് അടുക്കുമ്പോൾ ഈ സീറ്റ് വിഭജനങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ഈ ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ കൂടുതൽ കാണാനിടയാകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ വരിക? രോഹിണി, സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിൽ വിള്ളൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ സീറ്റ് വിഭജനം അവിടെ നിൽക്കട്ടെ, ഇതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ വിള്ളലുകൾ വീഴുന്നത് എന്നത് ഈ പാർട്ടികൾ മനസ്സിലാക്കണം. കാരണം വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ഐക്യ മുന്നണി എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയെ പ്രൊജക്റ്റ് ചെയ്യുന്ന പൊതുവെ. പക്ഷേ ഇതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഴിച്ചുള്ള ഏത് കക്ഷിയാണ് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇപ്പം സാങ്കേതികമായി BJP വർഗീയ പാർട്ടിയാണ് എന്ന ഒരു നിഗമനത്തിലാണല്ലോ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ BJPയോട് ഒരു കാലത്തും ചരിത്രപരമായി ഒരു കാലത്തും സഖ്യത്തിൽ ഏർപ്പെടാത്ത എത്ര കക്ഷികൾ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്നതൊരു നിരീക്ഷണ വിധേയമാക്കുന്നത് രസകരമായിരിക്കും. നിതീഷ് കുമാറും ഒക്കെ നേരത്തെ ആയിരുന്നല്ലോ. ഒരു പാർട്ടിയുമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ 77-ലെ ജനതാ ഗവൺമെന്റിൽ, അന്ന് ജനതാ പാർട്ടി എന്ന് പറയുന്നത് പല കക്ഷികൾ 4-5 കക്ഷികളുടെ, അതിൽ സംഘടനാ കോൺഗ്രസിന്റെ വിഭാഗമുണ്ട്, സോഷ്യലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ഏറ്റവും വലിയ വിഭാഗമായിരുന്നു ഭാരതീയ ജനസംഘം. അതുപോലെ പിന്നെ ലോക്ദൾ ഉണ്ടായിരുന്നു, ചരൺ സിംഗിന്റെ പാർട്ടി. അങ്ങനെ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന ജഗ്ജീവൻ റാമിന്റെ പാർട്ടിയുണ്ട്. ഇങ്ങനെ പല പാർട്ടികളെ ലയിച്ചുണ്ടായ ഒരു കോൺഫെഡറൽ സംവിധാനമായിരുന്നല്ലോ ജനതാ പാർട്ടി എന്ന പേരിലുണ്ടായിരുന്നത്. ആ പാർട്ടിയോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നേരിടുകയും മത്സരിക്കുകയും അധികാരത്തിന്റെ അതുമായി സന്ധി ചെയ്ത് നിന്ന ഒരു കക്ഷിയല്ലേ ഇപ്പോഴത്തെ CPI-യും CPM-ഉം എല്ലാം തന്നെ. അപ്പോൾ അവിടെ BJPയും അതിന്റെ ഭാഗമായിരുന്നു.
അപ്പോൾ ഒരുമിച്ച് ഭരണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതല്ല വിഷയം. അത് മാത്രമല്ല പിന്നീട് വന്ന പല സർക്കാരുകളിലും പുറമേ നിന്നുകൊണ്ട് പിന്തുണച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് കോൺഗ്രസ് വിരോധമായിരുന്നു ഇവരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ BJP വിരോധം അത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നറേറ്റീവാണ്. ഇനി സോഷ്യലിസ്റ്റുകളുടെ കാര്യം എടുക്കൂ. സോഷ്യലിസ്റ്റുകൾക്ക് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ശ്രീ ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹ്യയും ഒക്കെ ഉയർത്തിയ ഒരു സോഷ്യലിസ്റ്റ് ചിന്താധാരയുടെ വലിയ തട്ടകമായിരുന്നല്ലോ ബീഹാർ ശ്രീ സലിം മടവൂർ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന RJDയുടെ ഒരു പൂർവ്വരൂപം എന്ന് പറയുന്ന സോഷ്യലിസ്റ്റുകളാണ്. അതുപോലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡിൻ്റെയും പൂർവ്വരൂപം സോഷ്യലിസ്റ്റുകളാണ്. അതുപോലെ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, മുലായം സിംഗിൻ്റെ പാർട്ടി, അത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്മുറക്കാരാണ്. അതുപോലെ ബിജു ജനതാദൾ എന്ന ഒറീസയിലെ പാർട്ടി, അത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്മുറക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ കർണാടകത്തിലെ ദേവഗൌഡയുടെ പാർട്ടി, HD കുമാരസ്വാമിയുടെ പാർട്ടി, ഇതെല്ലാം തന്നെ സോഷ്യലിസ്റ്റുകളാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് അല്ല, ഒരു സോഷ്യലിസ്റ്റ് സ്പേസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ സോഷ്യലിസ്റ്റുകൾ എക്കാലത്തും എവിടെയാണോ അധികാരം, ആരോടൊപ്പം ചേർന്ന് നിന്നാൽ അധികാരം പങ്കിടാം എന്ന രീതിയിൽ മാറിയും മറിഞ്ഞുമല്ലേ നിലപാട്. നോക്കൂ, ദേവഗൌഡ ഇപ്പോൾ BJPയുമായി ചേർന്നിരിക്കുന്നു. വളരെ ഒന്നാന്തരം സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉള്ള ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് HD ദേവഗൌഡ. ഓർക്കുക, ലാലു പ്രസാദ് യാദവിനെ ഞാൻ ആ കൂട്ടത്തിൽ നിന്നും ഭാഗികമായി മാറ്റി നിർത്തുന്നു. കാരണം LK അദ്വാനിയുടെ രഥയാത്രയെ ബീഹാറിൽ വെച്ച് തടയാൻ ആർജവം കാട്ടിയ ഒരു നേതാവാണ് രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാവ് കൂടിയായ ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവ് അത് മുതൽ കൺസിസ്റ്റൻ്റായി ഒരു BJP ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷെ മറ്റ് ആളുകൾക്കൊന്നും ഇന്ത്യ മുന്നണിയിൽ ഇന്നുള്ള DMK ആയിക്കൊള്ളട്ടെ, അപ്പോൾ DMKയും AIADMKയും ഇപ്പം മാറിയും മറിഞ്ഞും BJPയോടൊപ്പവും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. അതുപോലെ ആന്ധ്രാപ്രദേശിൽ പ്രത്യേകിച്ച് ജഗൻമോഹൻ റെഡ്ഡിക്ക് ആരോടൊപ്പവും ചേരാം, അതിന് യാതൊരു എളുപ്പം തോന്നേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അതുപോലെ മഹാരാഷ്ട്രയിലെ ശിവസേനയ്ക്ക് ഇപ്പോൾ 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ BJPയുടെ കൂടെയായിരുന്നല്ലോ ഏറെക്കാലം. അപ്പോൾ ആ പാർട്ടി ഇപ്പോൾ അതിൻ്റെ ഒരു വിഭാഗം ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇതാരാണ്? BJP എന്ന പാർട്ടി തൊട്ടുകൂടായ്മയുടെ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് എന്ന് ഇപ്പോൾ പറയുന്ന മുൻ ആളുകൾ, പല നേതാക്കളും പല പാർട്ടികളും മുൻകാലങ്ങളിൽ BJPയുടെ സഖ്യകക്ഷികളായിരുന്നു, NDAയുടെ തന്നെ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് വർഗീയതയോടുള്ള ഒരു വിരോധത്തിൽ ഇന്ത്യ മുന്നണിയിൽ വരുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു പ്രായോഗികതയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൽ മുന്നിൽ കാണിക്കാൻ പ്രത്യയശാസ്ത്രം ഇല്ലാതെ വരുമ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിതീഷ് കുമാറിനെ തന്നെ നോക്കൂ, അതിശക്തമായി ഇന്നലെ വരെ, കഴിഞ്ഞ ആഴ്ച വരെ അതിശക്തമായി വർഗീയതയ്ക്കെതിരെ പ്രതികരിച്ച ഒരാൾ ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ ഭാഗമായി വരാൻ സാധിക്കുക? അപ്പോൾ ഇതിനകത്ത് ഈ പുറമേ പറയുന്നതിനകത്ത് രാഷ്ട്രീയ സദാചാരത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അധികാര രാഷ്ട്രീയം തന്നെയാണ് വരുന്നത്. ഇനി ശ്രീമതി രോഹിണി എന്നോട് ചോദിച്ച സീറ്റ് ഷെയറിംഗ് വിജയകരമാകുമോ എന്ന്. എങ്ങനെയാണ് വിജയകരമാകാൻ സാധിക്കുക? ബംഗാളിൻ്റെ കാര്യം നോക്കുക. അതാണ് ഏറ്റവും 42 സീറ്റുകളുള്ള ബംഗാളിൽ ശ്രീമതി മമതാ ബാനർജിയുടെ പാർട്ടിയാണ് ആർഗ്യുബിളി ദ സ്ട്രോങ്കസ്റ്റ് പാർട്ടി. അപ്പോൾ അതിൽ പരമാവധി സീറ്റുകൾ മത്സരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്കെതിരെ കോൺഗ്രസും CPMും മത്സരിക്കണം എന്ന് ശ്രീമതി മമതാ ബാനർജി ആഗ്രഹിക്കുന്നു. കാരണം 2 സ്പേസേ ഉള്ളൂ ആ സംസ്ഥാനത്ത്, ബംഗാളിൽ. ഒന്ന് പ്രോ മമത അല്ലെങ്കിൽ ആന്റി മമത. അപ്പോൾ പ്രോ മമത ഫോഴ്സുകൾ ഒരുമിച്ച് നിൽക്കുകയും ആന്റി മമത ഫോഴ്സുകളെല്ലാം കൂടി അത് BJPയുടെ രൂപത്തിലും കോൺഗ്രസിന്റെ രൂപത്തിലും മറ്റ് ചെറിയ പാർട്ടികളുടെ രൂപത്തിലും ഇടതുപക്ഷത്തിന്റെ രൂപത്തിലും ചിതറിപ്പോകുമ്പോൾ ആ ഇൻകംബൻസിയുടെ പ്രയോജനം മമതാ ബാനർജിക്ക് ലഭിക്കുകയാണ്. അതിനകത്തൊരു തോട്ടാണ്. അതുകൊണ്ട് ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് വിഘടിച്ചു പോകുമ്പോൾ മമതയ്ക്ക് ജയിച്ചു വരാം എന്ന ചിന്തയാണ് ബംഗാളിനെ നയിക്കുന്നത്. ഇനി ഡൽഹി, പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്ക് പോകൂ. അവിടെ ആം ആദ്മി പാർട്ടി 2 നിലപാടിലാണ്. പഞ്ചാബിൽ കോൺഗ്രസുമായി യാതൊരു സഖ്യവും വേണ്ട, എന്നാൽ ഡൽഹിയിൽ കോൺഗ്രസുമായി സഖ്യമാകാം എന്ന ഒരു വിചിത്ര നിലപാടിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. കാരണം എന്താണ്? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ശക്തമാണ്. ഇപ്പൊ കേരളത്തിൽ CPM ആൻഡ് കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെയാണ് പഞ്ചാബിലെ 2 കക്ഷികൾ. അവർ ഒരുമിച്ച് നിന്നാലും, അവർ 2ആയിട്ട് വേറിട്ട് നിന്നാലും അവർക്ക് ജയിച്ചു വരാൻ സാധിക്കും, കുറെ സീറ്റുകൾ വീതം ജയിച്ചു വരാൻ സാധിക്കും എന്ന ചിന്തയാണ്. അവിടെ BJPക്ക് കാര്യമായ സാധ്യതയുണ്ട് എന്ന് ഇവർ കരുതുന്നില്ല. അതുകൊണ്ടാണ്. എന്നാൽ ഡൽഹിയിൽ അങ്ങനെയല്ല. BJP പരാജയപ്പെടുത്താൻ അവർ ഒന്നിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ പാൻ ഇന്ത്യ തലത്തിൽ ഒരു രാഷ്ട്രീയ ഏകോപനം സാധിക്കുന്നില്ല.
അതുപോലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ജനതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്യുന്ന 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ്, ഹിന്ദിയുടെ ഹൃദയഭൂമിയിലെ ഉത്തർപ്രദേശാണ് ഏറ്റവും വലിയ തട്ടകം. രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അവസാന വാക്ക് ഉത്തർപ്രദേശാണ്. ആര് ഉത്തർപ്രദേശ് പിടിക്കുന്നോ അവർ ഇന്ത്യ ഭരിക്കും എന്നതാണ് ഇതുവരെയുള്ള കണക്ക്. അവിടെ നോക്കൂ, അവിടെ പ്രധാനപ്പെട്ട 2 പാർട്ടികളാണുള്ളത്. ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയും, അതിപ്പോൾ പിന്നെ ഭരണകക്ഷിയാണ്. പ്രതിപക്ഷത്തുള്ള സമാജ്വാദി പാർട്ടി, മുലായം സിംഗ് യാദവിന്റെയും അഖിലേഷ് യാദവിന്റെയും ഒക്കെ സമാജ്വാദി പാർട്ടി ശക്തമായ സെക്യുലർ ക്രെഡൻഷ്യൽസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായി സമാജ്വാദി പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ടതാണ് കോൺഗ്രസും മറ്റ് ചെറിയ കക്ഷികളും എല്ലാം. പക്ഷേ സമാജ്വാദി പാർട്ടി പലപ്പോഴും കോൺഗ്രസിന്റെ വോട്ട് കൺവേർട്ട് ചെയ്ത് സമാജ്വാദി പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയം വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫറബിലിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പാർട്ടിയുടെ വോട്ട് വിപ്പ് കൊടുത്താൽ ആ വോട്ടർമാരെല്ലാം കൂടി വ്യക്തമായി അത് അവർ പൂള് ചെയ്ത് സഖ്യകക്ഷിക്ക് വോട്ട് ചെയ്യുമെങ്കിൽ ആ മുന്നണി വിജയകരമാകും. അത് ഉറപ്പില്ല. സമാജ്വാദി പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിനോ, കോൺഗ്രസിന്റെ വോട്ട് സമാജ്വാദി പാർട്ടിക്കോ അങ്ങനെ പരസ്പരം വീതിക്കാൻ സാധിക്കുന്ന ഒരു നിലയിലല്ല ഉത്തർപ്രദേശിലെയും കാര്യങ്ങൾ. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു വോട്ട് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു നിലയിലല്ല. ഇനി കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഒരു കാരണവശാൽ അത് മുൻകൂട്ടി തന്നെ ഒരു ധാരണയുണ്ട്. CPM-ന്റെ ഏറ്റവും വലിയ എതിരാളികൾ കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ എതിരാളി CPM ആണ്. അപ്പോൾ UDF LDF അതിനിടയിൽ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് BJP. അതുകൊണ്ട് ഒരു കാലത്തും UDF-നും LDF-നും ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കാനാവില്ല കേരളത്തിലെങ്കിലും. അപ്പം മുൻകൂട്ടി തന്നെ കേരളവും ഒരു പക്ഷേ പിന്നെ പഞ്ചാബും ഒരു പരിധിവരെ ബംഗാളും എഴുതി തള്ളുകയും ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായി ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന്റെ ഉദാത്ത മാതൃകയായി 3 വലിയ പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനതാദൾ യുണൈറ്റഡും RJDയും, ഈ 3 കക്ഷികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇലക്ട്രൽ അരിത്മെറ്റിക് ബീഹാറിലെ 29 സീറ്റുകൾ തൂത്തുവാരാം എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷി മറുകണ്ഠം ചാടുമ്പോൾ അതിൻ്റെ കൊഹിഷൻ എവിടെയാണ്? അതുകൊണ്ടാണ് പറയുന്നത് ഈ സീറ്റ് ഷെയറിംഗിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ വൈരുദ്ധ്യങ്ങളുടെ ഈ കെട്ട് പൊട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് സീറ്റ് ഷെയറിംഗ് അതീവ ദുർഘടമായ ഒരവസ്ഥയായിരിക്കും. ഇനി ഒരു സംസ്ഥാനത്തെ കൂടെ പറയാൻ അനുവദിക്കണം. അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 4 വേ അല്ലെങ്കിൽ 5 വേ സ്പ്ലിറ്റ് ആണ്. കോൺഗ്രസ് പാർട്ടി, BJP, അതുപോലെ ശിവസേനയുടെ 2 വിഭാഗങ്ങൾ, ഒന്ന് മഹാവികാസ് അഘാഡിയുടെ ഭാഗമായിട്ട് മറ്റേ മറുവശത്തിപ്പുറത്തും ഇങ്ങനെ നിൽക്കും. NCP, ശരത് പവാറിന്റെ NCP, അത് അദ്ദേഹത്തിന് അനന്തരവന്റെ പാർട്ടിയും ശരത് പവാറിന്റെ പാർട്ടിയും, അങ്ങനെ എത്ര പാർട്ടികളാണ്. അപ്പം 2 മുന്നണിയിലുമായി യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഈ കക്ഷികൾ പടവെട്ടുമ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സീറ്റ് ഷെയറിംഗ് എങ്ങനെയാണ്? അപ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ വാങ്ങും. കോൺഗ്രസ് മാത്രമേ പിളരാത്തതുള്ളൂ. NCPയും അതുപോലെ തന്നെ ശിവസേനയും പിളർന്നത് കൊണ്ട് അവിടെ കോൺഗ്രസ് സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ ചോദിക്കും. അത് കൊടുക്കാൻ ഈ 2 കക്ഷികളും തയ്യാറാകത്തുമില്ല. അപ്പം മഹാരാഷ്ട്രയിലും പ്രശ്നമുണ്ടാകും. ആം ആദ്മി പാർട്ടിയുടെ ആഗ്രഹം എന്താണ്? ഒരു പാൻ ഇന്ത്യ പാർട്ടിയായിട്ട് വളരണം, ദേശീയ പാർട്ടിയായിട്ട് വളരണം. ഗുജറാത്തിൽ ഒരു സീറ്റ് ചോദിക്കും, ഗോവയിൽ ഒരു സീറ്റ് ചോദിക്കും, മഹാരാഷ്ട്രയിൽ സീറ്റ് ചോദിക്കും ആം ആദ്മി പാർട്ടി. അങ്ങനെ ആ സീറ്റുകൾ കൊടുക്കാൻ കഴിയില്ല കോൺഗ്രസിന്. അവിടെ പ്രശ്നം ഉണ്ടാകും. അതുപോലെ തൃണമൂൽ കോൺഗ്രസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, മേഘാലയയിലും ആസാമിലും ഒരുപക്ഷെ ത്രിപുരയിലും എല്ലാം തന്നെ സീറ്റുകൾ ചോദിക്കും. ഗോവയിൽ ഉൾപ്പെടെ സീറ്റുകൾ ചോദിക്കും. മമതാ ബാനർജിയുടെ പാർട്ടി എങ്ങനെ കോൺഗ്രസിന് കൊടുക്കാൻ സാധിക്കും? കോൺഗ്രസ് അവിടെ ശക്തമാണ്. ഗോവയിൽ ആകെ 2 സീറ്റേ ഉള്ളൂ ലോക്സഭയിലേക്ക്. അത് ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസും 1 സീറ്റ് ആം ആദ്മി പാർട്ടി ചോദിച്ചാൽ അവർക്ക് 2 സീറ്റ് കൊടുത്താൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ അവിടെ സീറ്റില്ല. അപ്പൊ ഇങ്ങനെ സീറ്റ് ഷെയറിങ്ങിന് അവകാശവാദങ്ങൾ വളരെ വലുതാണ്. ഇതിനെല്ലാം ഒരു കാരണമായത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സഖ്യകക്ഷികളെ വേണ്ട പോലെ കരുതിയില്ല എന്നതിൻ്റെ ചുരുക്കുകൂടി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വളരെ വലിയ സങ്കീർണമായ ഒരു സീറ്റ് വിഭജന ചർച്ചയിലേക്കാണ് ഇന്ത്യ മുന്നണി പ്രവേശിക്കാൻ പോകുന്നത്. അതെ.